അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഗ്രില്ലിംഗ് ടൈം ആണ് കേട്ടോ. ഗൈസ്, ഈവനിങ് ഒരു 6 or 7 o'clock ഒക്കെ ആയപ്പോഴായിരുന്നു ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീഫ്, ഫിഷ്, പ്രോൺസ്, ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അജിക്കൊച്ച ആണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ തെരപ്പരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ കാര്യം എന്ന് എനിക്കറിഞ്ഞൂടാ. സോ ഇങ്ങനെ തെരപ്പരം നടക്കുവാണ്. സോ പ്രോൺസ് ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്, ബീഫും ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്, ഫിഷും ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഷെഫിനെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരുപാട് ഷെഫുണ്ട്. ഫസ്റ്റ് തന്നെ ഇതെൻ്റെ ചുക്കുച്ചനാണ്, ഇത് എൻ്റെ മാമനാണ്, പിന്നെ ഇതെൻ്റെ പപ്പൻ്റെ ചുക്കുച്ചൻ്റെ ഫ്രണ്ടാണ്, പിന്നെ ഇതെൻ്റെ കൊച്ചയാണ്, ഇതും എൻ്റെ കൊച്ചയാണ് കേട്ടോ. ബീഫിലുണ്ടല്ലോ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ ഒരു പീസ് ഞാൻ കഴിച്ചു നോക്കി. കിടുക്കൻ സാധനം എന്ന് വെച്ചാൽ കിടുക്കൻ സാധനം, അടിപൊളിയായിരുന്നു. തൊട്ട് സൈഡിൽ വാഴയിലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളെ ഫിഷ് അതിനകത്തോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫിഷ് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു മണമെന്നറിയാമോ, നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. നമ്മുടെ അജിക്കൊച്ചയാണ് കേട്ടോ ഫിഷിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ ഓപ്പൺ ചെയ്യാണ്. ചുക്കുച്ച വന്നിട്ട് ബീഫ് കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ ഫിഷിൻ്റെ അകത്ത് വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. തൊട്ടപ്പം തന്നെ ഇങ്ങനെ കൈ പൊള്ളിപ്പോയിട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ ഇങ്ങനെ പിച്ചിയൊക്കെ എടുത്ത് എന്നിട്ടൊരു പീസ് ഞാൻ കഴിച്ചു നോക്കി. ചപ്പാത്തീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ആണ് കഴിച്ചു നോക്കിയത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഫിഷ് ആണെങ്കിൽ പൊളിച്ചടിക്കും. പിന്നെ അതേ ബീഫിൻ്റെ കുറച്ച് പീസും പിന്നെ അതേ നമ്മുടെ പ്രോൺസും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതേ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ടല്ലോ ഒരു പ്ലേറ്റിൽ ഒരു പ്രോൺസും അതുപോലെ തന്നെ 2 ചപ്പാത്തിയും പിന്നെ കുറച്ച് ഫിഷും എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ പ്ലേറ്റ് കംപ്ലീറ്റ് നിറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഒറ്റ പ്രോൺസ് എടുത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് പ്രോൺസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രോൺസ് പണ്ടും ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും. അപ്പോൾ പ്രോൺസ് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. പ്രോൺസിനകത്ത് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ പ്രോൺസൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചപ്പാത്തിയും ഫിഷും ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു. ചപ്പാത്തി ഒരു ഇച്ചിരി ഹാർഡായിരുന്നു, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇച്ചിരി ഹാർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിക്കായിരുന്നു. പിന്നെ ഞാൻ ഫിഷ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫിഷും ചപ്പാത്തിയും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കഴിച്ചു നോക്കി. കിടിലം സാധനം വെച്ചാൽ കിടിലം സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫിഷൊക്കെ എടുത്തിട്ട് കഴിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷിനകത്ത് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ സാധനം വെച്ചാൽ സൂപ്പർ സാധനമായിരുന്നു. കണ്ടില്ലേ, ഫിഷൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കുന്നു, നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ ഫിഷ്. ഫുഡെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ പീസ് ബീഫും ഗ്രില്ല് ചെയ്തുകൊണ്ട് വന്ന് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഇതോടുകൂടി നമ്മുടെ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടികളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷിൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ട്, ബീഫും തീർന്നിട്ടുണ്ട് കേട്ടോ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ ഫ്രം മീനൂസ് വ്ളോഗ് ആൻഡ് അല്ലൂസ് വ്ളോഗ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.